السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. നമ്മൾ ഇബ്ലീസിന്റെ വലതുഭാഗത്തു നിന്നുള്ള അറ്റാക്ക് അല്ലെ പല രീതിയിൽ നമ്മൾ കണ്ടു. സുബ്ഹാനല്ലാഹ്. ഒരു ചെറിയ പോയിന്റ് പറയാൻ മിസ്സായത്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇബ്ലീസ് നമ്മൾ ചെയ്യുന്ന അമലുകൾ അല്ലെ നമ്മൾ ചെയ്ത കർമ്മങ്ങളെ ഭയങ്കര ഭംഗിയാക്കിയിട്ട് നമ്മളെ തന്നെ അതിനെ അഡ്മയർ ചെയ്യുന്ന ആരാധിക്കുന്ന ഒരു അവസ്ഥയിലേക്കും അത് ആളുകളോട് എടുത്തു പറയുന്ന ഒരു റിയാന്റെ ഒരു രൂപത്തിലേക്ക് എത്തിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിന്റെ തന്നെ ഓപ്പോസിറ്റ് ട്രിക്ക് പലപ്പോഴും നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. ഇത് നീ കാണിക്കുകയാണ്, ഷോ ഓഫ് ആണ്, റിയാ ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് ചെയ്യാതിരിപ്പിക്കുന്ന ഒരു രീതിയും കൂടെ ഇബ്ലീസിനുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതും വലതു ഭാഗത്തു നിന്നുള്ള അറ്റാക്കിൽ പെടുന്നതാണ്. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം അല്ലേ, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുക വേണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളടുത്ത് ചെയ്യാൻ പറഞ്ഞ കാര്യം അള്ളാഹു നമ്മളോട് ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെ ഇസ്ലാമിലെ സൽക്കർമ്മങ്ങളായിട്ട് ഉള്ള കാര്യങ്ങൾ അള്ളാഹിന്റെ സഹായത്തോടു കൂടി അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് അള്ളാഹ് പറഞ്ഞതുപോലെ അല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുപോലെ അതങ്ങോട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ അതിനെ റെസിസ്റ്റ് ചെയ്യുമ്പോൾ ഗ്രാജുവലി അതങ്ങ് ഇല്ലാതായിക്കോളും. അപ്പം ഇന്ന് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് നാലാമത്തെ ഡയറക്ഷൻ അല്ലെ, ഇൻഷാ അല്ലാഹ് അവസാനത്തെ ഡയറക്ഷൻ. ഷെയ്ത്താൻ നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന ഷെയ്ത്താന്റെ പ്രോമിസ് ആണ് അല്ലെ, ആതിയന്നഹും, നിശ്ചയമായും ഞാൻ വരും അല്ലെ, വരെന്നെ ചെയ്യും. എങ്ങനെയൊക്കെ? പിന്നിൽ നിന്നും അല്ലെ, മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വലതു നിന്നും ഇടതു നിന്നും. ഇന്ന് നമുക്ക് ഇടതു ഭാഗത്ത് നിന്ന് വരുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഷമാഇൽ അല്ലെ, ഷമാഇൽഹിം. അറബിയില് ഷംല എന്നുള്ള വാക്കിൽ നിന്നാണ് ഷമാഇൽ എന്ന് വരുന്നത്. ഈ റൂട്ടിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് പൊതുവെ ഉള്ള മീനിങ്ങുകൾ എന്ന് പറയുന്നത്, ഒന്ന് ഇടതുഭാഗം നമുക്ക് ഓൾറെഡി അറിയാം. വേറൊരു മീനിങ് ഉള്ളത് അതിന് ഷാമിൽ അല്ലെങ്കിൽ മുഷ്തമിൽ എന്ന് പറയുന്ന പോലെ ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ ചേർക്കുക എന്നൊരു അർത്ഥം കൂടെ ഈ വാക്കിന് ഉണ്ട്. അപ്പം ഇടതുഭാഗം അല്ലെങ്കിൽ ഉൾപ്പെടുത്തൽ, ഇൻക്ലൂഷൻ, ചേർത്തൽ, എന്നുള്ള അർത്ഥം. പിന്നെ ഷിമാൽ എന്ന് പറയുന്ന വാക്ക് ലെഫ്റ്റ് സൈഡിന് മാത്രമല്ല ലെഫ്റ്റ് ഹാൻഡിനും കൂടെ, ഇടത് ഭാഗം മാത്രമല്ല ഇടത് കൈക്കും കൂടെ ഉപയോഗിക്കാറുണ്ട്. അത് പിന്നെ ഈ റൂട്ടിൽ നിന്ന് വരുന്ന പല വാക്കുകളും വേറെ ഒരു അർത്ഥത്തിലും കൂടെ വരാറുണ്ട്. അതായത് കവറപ്പ് ചെയ്യുക, പൊതിയ, മൂടുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. ഇപ്പം ഒരു ബാഗ് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ ഷം അല എന്നുള്ള വാക്കിന്റെ അർത്ഥം ഒരു വേട്ടക്കാരൻ വേട്ടയാടാൻ പോകുമ്പോൾ അയാള് ഫുൾ ചെളിയിൽ മുങ്ങി നിൽക്കുമ്പോൾ അയാളെ കാണാൻ പറ്റൂല അല്ലെ, മൃഗങ്ങൾക്ക്, വേട്ടയാടപ്പെടുന്ന മൃഗങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്രകാരം കവറപ്പ് ചെയ്തിട്ടുള്ള എന്ന അർത്ഥം വരുന്ന വാക്കുകളും ഇതേ റൂട്ടിൽ നിന്ന് വരുന്നതായിട്ട് കാണാം. അപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിനെ കംപ്ലീറ്റ് എന്തെങ്കിലും മുക്കി വെക്കുക അല്ലെങ്കിൽ കവർ ചെയ്ത് വെക്കുക എന്നൊക്കെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ അർത്ഥങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ലെഫ്റ്റിൽ നിന്നുള്ള അറ്റാക്ക് നമുക്ക് നോക്കാം. ഏതൊരു സംസ്കാരത്തിലാണെങ്കിലും നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഹാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് ഹാൻഡ് അല്ലെ. നമ്മൾ സാധാരണ മെജോറിറ്റി ആളുകളും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ വലത് കൈ കൊണ്ടാണ്. നമ്മൾ എഴുതുന്നതാവട്ടെ അല്ലെ, അധിക കാര്യങ്ങളും നമ്മൾ വലത് കൈ കൊണ്ടൊക്കെ ചെയ്യുക. പക്ഷെ നമുക്ക് വലത് കൈ മതിയാവാത്ത ചില സാഹചര്യങ്ങൾ നമ്മൾ ഇടത് കൈ കൊണ്ടും കൂടെ ചെയ്യും. ഇപ്പം നമ്മൾ കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം കുറെ കൊണ്ടുപോകണം എന്ന് വെച്ചാൽ അത് നമ്മൾ വലത് കയ്യിൽ എടുത്തിട്ട് തികയാണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇടത് കൈയും കൂടെ ഇൻക്ലൂഡ് ചെയ്യും അല്ലെ. അപ്പം ഇൻക്ലൂഷൻ അല്ലെങ്കിൽ ചേർക്കൽ എന്നുള്ള ഒരു അർത്ഥം കൂടെ അതിലേക്ക് വരും. സുബ്ഹാനല്ലാഹ്. അപ്പം എങ്ങനെയാണ് ലെഫ്റ്റിൽ നിന്ന് വരുന്നത്? അപ്പം അതിന്റെ കുറച്ച് ഒബ്വിയസ് ആയിട്ടുള്ള പ്രത്യക്ഷമായിട്ടുള്ള ചില രീതികൾ അല്ലെങ്കിൽ മീനിങ്സ് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മൾ ഷെയ്ത്താൻ വലത് ഭാഗത്ത് നിന്ന് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഷെയ്ത്താൻ നമ്മൾ വലതുനിന്ന് അറ്റാക്ക് ചെയ്യുമ്പം
മിക്കവാറും നമ്മുടെ സൽക്കർമ്മങ്ങളിലൂടെയാണ് അല്ലെ, നമ്മുടെ അമൽ ഹസനാത്തുകളിലൂടെയാണ് ഷെയ്ത്താൻ അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം ഈ വലത് ഭാഗത്തിനെ കൊണ്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇടത്തിലുള്ള ഒരു അറ്റാക്ക് എന്ന് പറയുന്നത് ഉഫത്തിറുഹും അനിൽ ഹസനാത്ത് എന്ന് പറയുന്നുണ്ട്. അതായത് അവരുടെ ഹസനാത്തുകളെ ഞാൻ സ്ലോ ഡൗൺ ചെയ്യും, അവർ ചെയ്യുന്ന നന്മകളെ ഞാൻ ഇങ്ങനെ മെല്ലെ പതുക്കെയാക്കും, അതിൽ നിന്നുള്ള മോട്ടിവേഷൻ അവരിൽ നിന്ന് എടുത്തു കളയും. നന്മ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ, ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള മനസ്സിന്റെ റെഡിനെസ്, അത് എടുത്തു കളയും. അതായത് തിന്മ ചെയ്യിക്കാന്നൊന്നുമല്ല അല്ലെ, സുബ്ഹാനല്ലാഹ്, ഒരു പക്ഷേ നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം അത്. നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണം നമ്മളെ മനസ്സിൽ ആഗ്രഹമൊക്കെ ഉണ്ടാവും, നമ്മൾ തിന്മ ചെയ്യാനോ അല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷെ അത് ചെയ്യാനുള്ള ആ ഒരു മോട്ടിവേഷൻ, ആ ഒരു ത്വര നമ്മളിൽ നിന്ന് മെല്ലെ എടുത്തു കളയും, നമ്മളെ ലേസി ആക്കും. അല്ലെങ്കിൽ ആ നന്മ ചെയ്യാനുള്ള ആ ഒരു ആവേശം ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു ഇൻട്രസ്റ്റ്, അതിനൊന്നും മെല്ലെ കുറച്ച് പിടിക്കും. സുബ്ഹാനല്ലാഹ്. ഇപ്പം വളരെ കോമൺ ആയിട്ട് അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് നമ്മളൊക്കെ ഒരു പരിധി വരെ മുമ്പൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ നമ്മളെ മക്കൾ ഒരു പക്ഷേ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയാം, സുബഹിക്ക് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ അലാറം വെക്കും, ഉണ്ടാവും അല്ലെ, 5 മിനിറ്റ് 2 മിനിറ്റ്, അലാറം അടിച്ചിട്ടുണ്ട്, കേൾക്കുന്നുണ്ട്, ഞാൻ എണീറ്റോളാം എന്നുള്ള ഒരു ചിന്തയിൽ നമ്മൾ അത് സ്നൂസ് ചെയ്ത് അല്ലെങ്കിൽ അലാറം ഓഫ് ചെയ്തിട്ട് ഞാൻ ഇപ്പൊ തന്നെ എണീക്കും, ഇപ്പൊ തന്നെ എണീക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ കിടക്കുമ്പോഴേക്കും മൂപ്പര് നമ്മളെ ഉറക്കിയിട്ടുണ്ടാവും അല്ലെ, പിന്നെ നമുക്ക് എഴുന്നേക്കാൻ പറ്റില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു സെക്കൻഡിന്റെ ഡിലേ വന്നാൽ മതി അല്ലെ. ചിലപ്പം ബാങ്ക് കേൾക്കുമ്പോൾ അപ്പൊ തന്നെ നമ്മൾ നിസ്കരിക്കണം എന്ന് വിചാരിക്കും, അപ്പോഴായിരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു കോളോ അല്ലെ എന്തെങ്കിലും ഒരു കുഞ്ഞ് ഡിസ്ട്രാക്ഷൻ വേണം, അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞ പാടെ നിസ്കരിക്കാലോ എന്ന് വിചാരിക്കും. പക്ഷെ ആ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ അതിൽ നിന്ന് ഒരു പക്ഷെ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും, നമ്മൾ വേറെ എന്തിലെങ്കിലും എൻഗേജ്ഡ് ആയി പോകും അല്ലെ. അപ്പം നന്മകൾ ചെയ്യുന്നതിൽ നിന്ന് ഡിലേ ആക്കുക, സ്ലോ ആക്കുക, അതിൽ നിന്ന് വളരെ മൈന്യൂട്ട് സെക്കൻഡിന്റെ ഡിഫറൻസിൽ അതിൽ നിന്ന് നമ്മളെ എടുത്തു കളയാം. എന്നാ നമ്മൾ അങ്ങനെ നന്മ ചെയ്യണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാരോ തിന്മ ചെയ്യേണ്ട ആൾക്കാരോ ഒന്നും ആവില്ല. സുബ്ഹാനല്ലാഹ്. ഈവൻ നമ്മുടെ സംസാരത്തിൽ നമ്മൾ പറയുന്നുണ്ടാവും, ഇല്ല എനിക്കത് ചെയ്യണം, എനിക്ക് നമസ്കാരം അവ്വൽ വക്തിലാക്കണം അല്ലെ, ഖുർആൻ എനിക്ക് കുറേ ഓതണം, എനിക്ക് ചെയ്യണം എന്ന് എനിക്ക് അറിയാം, ഞാൻ ചെയ്യാൻ ശ്രമിക്കും അല്ലെ. പക്ഷെ നമ്മൾ ചെയ്യൂല, നമ്മളെ മനസ്സിൽ ഇതുണ്ട്, ചെയ്യണം എന്നുണ്ട്, നമ്മൾ സംസാരത്തിലും പറയും. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഒരു പക്ഷെ അതിനു വേണ്ടിയുള്ള വഴികളും അന്വേഷിക്കും, പക്ഷെ അത് ചെയ്യാൻ അങ്ങോട്ട് പറ്റൂല. ഇവിടെ ശരിക്കും ഇബ്ലീസ് നമ്മളെ മോശം ചെയ്യിപ്പിക്കല്ല ചെയ്യുന്നത്, നന്മ ചെയ്യാനുള്ള നമ്മുടെ ആ ഒരു കഴിവിനെ ഇങ്ങനെ മെല്ലെ മെല്ലെ സ്ലോ ഡൗൺ ചെയ്യാണ്, അല്ലെങ്കിൽ ഡിലേ ചെയ്യാണ് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമ്മൾ ആ ഒരു നന്മ ചെയ്യുന്ന മോട്ടിവേഷനിൽ നിന്ന് കളഞ്ഞിട്ട് വേറെ പല ഡിസ്ട്രാക്ഷനിലേക്ക് നമ്മൾ ആക്കുക. അപ്പം ഇങ്ങനെ വരുമ്പം നമ്മൾ ചെയ്യേണ്ട ആ ഒരു നന്മ ഇല്ലാണ്ടാവുമ്പോൾ നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് ഒരു എംപ്റ്റി വെസൽ അല്ല, അതായത് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു പാത്രമല്ല. എപ്പോഴും നമ്മളെ ഹൃദയത്തിന് ഫില്ല് ചെയ്യണം, നമുക്ക് ആ ഒരു ഗ്യാപ്പ് എപ്പോഴും ഉണ്ടാവും. അപ്പം ഈ നമ്മൾ നന്മ ചെയ്യാതെ ഇരിക്കുമ്പം വരുന്ന ആ ഒരു ഗ്യാപ്പിനെ വേറെ എന്തുകൊണ്ടെങ്കിലും ഫില്ല് ചെയ്യണം. അപ്പൊ നമ്മൾ നന്മ കൊണ്ട് ഫില്ല് ചെയ്യാണ്ട് അതിനവിടെ വെക്കുമ്പം ഇബ്ലീസിന് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ആയി, അതിന് തിന്മ കൊണ്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നന്മ ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മളുടെ ആ ഒരു മനസ്സ്, നമ്മുടെ ഹാർട്ടിനെ നമ്മൾ ഒരിക്കലും എംപ്റ്റി ആക്കിയിട്ട് കാലിയാക്കി വെക്കരുത്. ഇത് കാലിയാക്കി നിൽക്കാൻ പറ്റൂല നമ്മളുടെ ഹൃദയത്തിന്, അത് എന്തിലേക്കെങ്കിലും ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ എപ്പോ ഇതിനെ നന്മയിൽ നിന്ന് മാറ്റി എംപ്റ്റി ആക്കി വെക്കുന്നുവോ അപ്പം അവിടെ വേറെ എന്തെങ്കിലും വന്ന് ഫില്ല് ചെയ്യും. അപ്പം ഇബ്ലീസ് എന്ത് ചെയ്യും? ഇബ്ലീസിന്റെ കാര്യം നടന്നല്ലോ അല്ലെ, സ്ലോ ഡൗൺ ചെയ്തു, നമ്മളെ നന്മയിൽ നിന്ന് മെല്ലെ മാറ്റി. അപ്പൊ മെല്ലെ മെല്ലെ മൂപ്പര അവിടെ കൊണ്ടുവന്ന് ഇതുപോലെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തിന്മ വെച്ച് ഫില്ല് ചെയ്യും. അങ്ങനെ മൂപ്പര് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. സുബ്ഹാനല്ലാഹ്. ഇനി ഇതിന്റെ ഒരു കോൺട്രാസ്റ്റ് ഇത് പറയാം. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഈ സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ, നന്മ ചെയ്യുന്ന കാര്യങ്ങളിൽ സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ, എസ്പെഷ്യലി നമ്മളെ ഇബാദത്തുകൾ, അതായത് നമ്മൾ ചെയ്യുന്ന ഒരുപാട് നന്മകളുണ്ട്. ഒരു പക്ഷെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഒരു ചാരിറ്റി ചെയ്യുന്നത്, ഇതൊക്കെ നന്മകൾ തന്നെയാണ്. പക്ഷെ ഈ അള്ളാഹു സുബ്ഹാനഹു തആലയായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്ന ഇബാദത്തുകൾ ഉണ്ടല്ലോ അല്ലെ, ഖുർആനോത്ത്, നമ്മുടെ നമസ്കാരങ്ങള്, ദുആകള്, ദിക്റുകള്, സുബ്ഹാനല്ലാഹ്.
ആ ഒരു സംഭവം നമ്മളെ അള്ളാനെ ഡയറക്റ്റ് കണക്ട് ചെയ്യുന്ന, ശരിക്കും നമ്മുടെ ആത്മാവിന്, നമ്മുടെ ഹൃദയത്തിന്റെ ആവശ്യമാണത്. നമ്മൾ ശ്വാസം വലിച്ച് ശ്വാസം എടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ 2-3 മണിക്കൂർ കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിന് വെള്ളം ആവശ്യമുണ്ടെന്നുള്ളത് പോലെ, അല്ലെങ്കിൽ ഒരു ദിവസം 2-3 നേരം നമുക്ക് ഭക്ഷണം ആവശ്യമുണ്ടെന്നുള്ളത് പോലെ, നമ്മുടെ നെഫ്സിന്റെ ആവശ്യമാണ് അള്ളാന്റെ ദിക്ർ, അല്ലെ? അള്ളാഹുമായിട്ട് ഡയറക്റ്റ് കണക്ഷനിലായിരിക്കുന്ന ഇബാദത്തുകൾ. ഈ പറഞ്ഞ എല്ലാ ഇബാദത്തുകളാണെങ്കിലും മറ്റുള്ളവരെ സഹായിക്കുന്നതും, അല്ലെ, ഇനി എന്തും നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന ഐഹികമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ നല്ല അള്ളാഹുവിന് വേണ്ടി എന്നുള്ള നിയത്ത് വെക്കുമ്പോൾ അതൊക്കെ ഇബാദത്തുകളാണെങ്കിലും അള്ളാഹുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇബാദത്തുകളുണ്ട്, അല്ലെ? അപ്പം ഇബ്ലീസ് ഈ പറഞ്ഞ പോലെ സ്ലോ ഡൗൺ ചെയ്യിക്കുമ്പം ഈ സ്ലോ ഡൗണിൽ നമ്മൾ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന ഇതുപോലത്തെ ഡയറക്റ്റ് ഇബാദത്തുകളും സ്ലോ ഡൗൺ ആവാറുണ്ട്, അല്ലെ? നമുക്ക് എല്ലാവർക്കും ആവാറുണ്ട്. അതങ്ങനെ കുറച്ച് കുറച്ച് ഇത്തിരി ആയിട്ട് നമ്മളെ ലൈഫിൽ നിന്ന് ഇബ്ലീസ് അങ്ങനെ മാറ്റും. കറക്റ്റ് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവരെ ഒരിത്തിരി ഡിലേ ആക്കി നമസ്കരിപ്പിക്കും. ശ്രദ്ധയോടുകൂടി നമസ്കരിക്കുന്നവരാണെങ്കിൽ ശ്രദ്ധ കളയും, അല്ലെ? കറക്റ്റായിട്ട് ഓതിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ആ ഓത്തുനിന്ന് മെല്ലെ 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 കുറച്ച് അത് കറക്റ്റ് ആ ഒരു പണ്ടത്തെ ഒരു ഫ്ലോ ഇല്ലാണ്ടാവും. ദിക്ർ ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ദുആ ധാരാളമായി ചെയ്യുന്നവരാണെങ്കിൽ ദുആക്കുള്ള ആ ഒരു മോട്ടിവേഷൻ ഇല്ലാണ്ടാക്കും. അങ്ങനെ മൂപ്പർ എന്ത് ചെയ്യും, ഈ അള്ളാഹു ആയിട്ടുള്ള കണക്ഷൻ ഇങ്ങനെ എടുത്ത് കളയുമ്പോൾ നമ്മൾ ഒരു ചെടി ആലോചിക്കുക, അല്ലെ? ആ ചെടിക്ക് നമ്മൾ കറക്റ്റായിട്ട് ഡെയിലി വെള്ളം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ മെല്ലെ മെല്ലെ മെല്ലെ, അല്ലെ, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ കാണാം ആരും നനച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഉണങ്ങി ഒന്നിങ്ങനെ ചുരുണ്ട് മടങ്ങി ഒക്കെ പോയിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്. അതുപോലെ നമ്മുടെ ചെടികൾക്ക്, നമ്മുടെ നഫ്സിന് ആവശ്യമായ വെള്ളമായ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ദിക്ർ ശരിക്കും കൊടുക്കേണ്ടതുപോലെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം എന്ത് ചെയ്യും, ഇവിടെ ഉണങ്ങിപ്പോവും, അല്ലെ? ഹാർഡായി തുടങ്ങും, ഹാർഡാവും, വീക്കാവും, കരിയാൻ തുടങ്ങും. അപ്പം ഈ കരിച്ചിൽ തുടങ്ങുമ്പോൾ നമുക്ക് അള്ളാന്റെ അടുത്ത് തൗബ ചെയ്യാനുള്ള ആ ഒരു മോട്ടിവേഷൻ അള്ളാഹു, കാരണം ഈ ഒരു സമയത്ത് നമ്മളെ ഉള്ളിലേക്ക് പലതും കയറി തുടങ്ങും. അപ്പൊ നമ്മള് തൗബ ചെയ്യാനുള്ള മോട്ടിവേഷൻ പോവും. നമ്മുടെ ഉള്ളിൽ അടിക്കുന്ന ഒരു അലാം ഉണ്ട്, അല്ലെ? നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു അലാറം ഉണ്ട്. എന്ത് തെറ്റുകൾ ചെയ്യുമ്പോൾ നോ, ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്, അല്ലെങ്കിൽ ഇതാണ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു അലാം ഒക്കെ മെല്ലെ ഒന്ന് വീക്കായി തുടങ്ങും. ആ ഒരു ഓട്ടോമാറ്റിക് അലാം വീക്കായി തുടങ്ങും. കാരണം അതിന് കിട്ടേണ്ട ഇൻപുട്ട് എന്താണ്? സ്ഥിരമായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആലയുമായിട്ടുള്ള കണക്ഷൻ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കുക. അപ്പം ഇബ്ലീസ് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന്, അല്ലെ, നമ്മളെ റൈറ്റ് സൈഡിലുള്ള നല്ലത് ചെയ്യാനുള്ള കാര്യങ്ങളിലുള്ള മോട്ടിവേഷൻ മെല്ലെ എടുത്തു കളയുമ്പം മൂപ്പര് എന്ത് ചെയ്യും, മെല്ലെ മെല്ലെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് മൂപ്പര് ഓരോ കാര്യങ്ങൾ കൊണ്ടുവന്ന് ഫില്ല് ചെയ്യും നമ്മളെ ആ ഒരു വെസലിൽ, അല്ലെ? നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങും. നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് പറയാൻ പറ്റില്ല, ഇല്ല നീ ഇത് ചെയ്യരുത്, ഇത് തെറ്റാണെന്ന് അതിന് മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ നമ്മുടെ അലാറം വർക്ക് ആവില്ല. അങ്ങനെ നമ്മൾ അള്ളാഹുവായിട്ടുള്ള കണക്ഷനിൽ നിന്ന് മെല്ലെ 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 നീക്കിയിട്ട് ഈ അലാറത്തിന് അങ്ങ് കെടുത്തി കളയും. അപ്പൊ തെറ്റ് ചെയ്യുമ്പോൾ പോലും നമുക്ക് ഒരു എന്താ പറയാ, ആ ഒരു ഉള്ളിൽ നിന്നുള്ള ഒരു ഇത് വരൂല, അല്ലെ? ആ ഒരു ഓർമ്മപ്പെടുത്തൽ മെല്ലെ മെല്ലെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ ഇത് കൂടുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു നിരാശ ശരിക്കും പുറത്തേക്ക് വരും. ആ നിരാശ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ പറയും, എനിക്ക് അങ്ങനെ മോശമായിട്ടൊന്നല്ല ഫീൽ ചെയ്യുന്നത്, പക്ഷെ എനിക്ക് ഒരു പ്രതീക്ഷ ഇല്ലാത്ത പോലെ. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം ഇബ്ലീസിന്റെ പേര് അബ്ലസ, അല്ലെ? അതിന്റെ അർത്ഥം തന്നെ നിരാശയാണ്. അപ്പൊ നമുക്ക് നമസ്കാരങ്ങളിൽ ഒരു ഹോപ്പ് ഇല്ലാണ്ടാവും. ഞാൻ നിസ്കരിക്കുമ്പോൾ എനിക്ക് ഒരു ഫീലിങ്ങും ഇല്ല, അല്ലെ? ഒന്നും തോന്നുന്നില്ല. കൈകെട്ടുന്ന, കുനിയുന്ന, നിവരുന്ന, അത് മാത്രമായിട്ട് മാറും നമ്മളെ നിസ്കാരങ്ങള്. കാരണം നമ്മൾ ഈ വെള്ളം നനയ്ക്കല് നിർത്താന്ന് വെച്ചാൽ ഒറ്റയടിക്ക് നിർത്തിയതല്ല. കുറച്ചായിട്ട് നമ്മൾ അതിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ നമസ്കാരത്തിന് വേണ്ടി കൈകെട്ടി നിൽക്കുമ്പോൾ നമുക്കൊന്നും തോന്നുന്നില്ല. കാരണം എന്താ, നമ്മൾ ഈ ചെടീന്റെ പിക്ചർ ആലോചിക്കുക. നമ്മൾ നാട്ടിൽ നിന്ന് അല്ല പുറത്തെവിടെയും പോയി തിരിച്ചു വരുമ്പോൾ ചെടിക്ക് ഡെയിലി വെള്ളം കിട്ടാണ്ട് അത് ഉണങ്ങി പോകും, അല്ലെ? അതേപോലെ നമ്മുടെ ഹൃദയം ഉണങ്ങിയിട്ട് അത് ഹാർഡായി മാറി. അള്ളാന്റെ ദിക്റാകുന്ന വെള്ളം കൊടുക്കാണ്ട് അതിങ്ങനെ ആ ഒരു ഡ്യൂറേഷൻ കൂടി വന്ന്, അല്ലെ? കൂടി വന്ന് ഹാർഡായി മാറിയപ്പം സുബ്ഹാനല്ലാഹ് നമ്മളുടെ നമസ്കാരങ്ങളൊക്കെ അർത്ഥശൂന്യമായി തുടങ്ങി. ഇനി അഥവാ നമ്മൾ നിസ്കരിക്കുന്നുണ്ടെങ്കിലും അത് കുറച്ച് മോഷൻസ് മാത്രം, അല്ലെ? ഒരു എക്സസൈസ് മാത്രമായി മാറി. അങ്ങനെ നമ്മൾ കുറച്ചു കാലം നിസ്കരിക്കാന്ന് വെച്ചോ. ഓക്കെ, നമ്മൾ അങ്ങനെ ഓരോ നിസ്കാരത്തിനെ നമ്മൾ അനുവദിക്കാന്ന് വെച്ചോ. വേഗം ഓടിപ്പോയി, അല്ലെ, കുനിഞ്ഞു നിവർന്ന് നിസ്കരിച്ച് അത് കഴിയുമ്പോഴേക്ക് വേറെ കാര്യത്തിലേക്ക് നമുക്ക് ചെയ്യാൻ കുറെ കാര്യങ്ങളുണ്ടാവും. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഹൃദയം അതിനകത്ത് ഇല്ലാണ്ട് അങ്ങനെ മാറുമ്പോൾ നമ്മൾക്ക് തന്നെ തോന്നും, എന്താ ഒരു നിസ്കാരം, അല്ലെ?
എനിക്കൊന്നും തോന്നുന്നില്ല, ഇങ്ങനെ നിസ്കരിച്ചിട്ട് തന്നെ ഇപ്പൊ എന്താ കാര്യം? സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ ആ ഒരു ചെടിക്ക് വീണ്ടും വെള്ളം കിട്ടണം അല്ലെ. ഇതുപോലെ ഒരു ചെടി ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിന് വെള്ളം കിട്ടണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും അല്ലെ. നമ്മളൊക്കെ ഇതിലൂടെ കടന്നു പോകുന്നവർ തന്നെയാണ് സ്ഥിരമായിട്ട്. ആരും ഒരു എക്സെപ്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെ. നമ്മൾ സ്ഥിരമായിട്ട് കടന്നു പോകുന്നവരാണ്. നമുക്കിത് തിരിച്ചറിയുമ്പോൾ നമ്മൾ മെല്ലെ വെള്ളം ഒഴിച്ച് തുടങ്ങും. പക്ഷേ ഒരു ചെടി ഇതുപോലെ ഉണങ്ങിപ്പോയാൽ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഉണങ്ങി നിൽക്കുന്ന ഒരു ചെടിക്ക് വെള്ളം ഒഴിച്ച് ഓക്കെ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് അപ്പൊ തന്നെ ആ ചെടി അങ്ങ് നിവർന്ന് അല്ലെ ഫ്രൂട്ട് തരുമോ? ഇല്ല. നമ്മൾ കുറച്ച് കുറച്ചായിട്ട് അല്ലേ അതിന് വെള്ളം ഇട്ട് കൊടുത്ത് വളം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൊടുത്ത് അങ്ങനെ മെല്ലെ അതിനെ റിജുവനേറ്റ് ചെയ്ത് എടുക്കണം. അത് പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യമല്ല. കാരണം ഇത് വെള്ളം ഇല്ലാണ്ട് കുറെ നാൾ ഉണങ്ങി ചുരുണ്ടുപോയി. ഇതിന്റെ എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തണം അല്ലെ. ആ ഒരു ഇലയുടെ ഞരമ്പുകളിലേക്ക് വരെ വെള്ളം എത്തിയിട്ട് വേണം അതൊന്ന് നിവരാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ ദിക്റുമായിട്ടുള്ള കണക്ഷൻ വിട്ടിട്ട് തിരിച്ചു വരാണ്. അപ്പൊ നമ്മൾ അത് റീബിൽഡ് ചെയ്യാണ് കണക്ഷൻ അല്ലെ. അപ്പൊ നമുക്ക് നമ്മളോട് നല്ല ക്ഷമ കാണണം, ക്ഷമയുണ്ടാവണം. പക്ഷെ ഇവിടെയും ഇബ്ലീസ് എന്താണെന്ന് അറിയാ ചെയ്യുക, ഈ നമ്മൾ ഈ റീട്രൈ ചെയ്യുമ്പോൾ അള്ളാഹുലേക്ക് തിരിച്ച് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ ദിക്റിലായിരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇവിടെ ഇബ്ലീസ് എന്ത് പറയുന്ന അറിയോ? ഇബ്ലീസിന് ഇവിടെ എന്ത് വേണം? ആജില, പെട്ടെന്നാവണം അല്ലെ. നീ ഇപ്പൊ എന്തായി? നീ കുറെ ഓതി നോക്കുന്നു, നിസ്കരിച്ച് നോക്കുന്നു, ശ്രദ്ധിച്ചു നോക്കുന്നു, എന്നിട്ടും ഒരു റിസൾട്ട് ഒന്നും ഇല്ലല്ലോ. എന്ത് ചെയ്തിട്ട് എന്താ അല്ലെ? നീ ശ്രമിക്കുന്നുണ്ട്, ഹൃദയം നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, അള്ളാഹുമായിട്ട് റീകണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊരു പ്രോസസ്സാ. ഇത് ഒരൊറ്റ രാത്രി കൊണ്ട് സംഭവിക്കൂല. കാരണം മൂപ്പര് ഇതുപോലെ കുറച്ചായിട്ട് എടുത്തു കളഞ്ഞതാ. അതേപോലെ കുറച്ച് ഇപ്പോഴും മനസ്സിൽ കാണുക ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അതേപോലെ കുറച്ച് കൊടുത്ത് വേണം ഇത്. ഒരു നമസ്കാരം 2 നമസ്കാരം കൊണ്ട് ഇത് സംഭവിക്കൂല. കാരണം ഓൾറെഡി ഹാർഡായി പോയി ഹൃദയം. അപ്പം ഇബ്ലീസിന് എന്ത് വേണം? നമ്മൾ അത് അവിടെ നിർത്തിക്കളയണം. എന്താ അപ്പൊ കാര്യം? നീ തിരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ചെടി നീ വരുന്നില്ലല്ലോ അല്ലെ, നിന്റെ ഹൃദയം ഓപ്പൺ ആവുന്നില്ലല്ലോ. അപ്പം ഇപ്രകാരം മൂപ്പര് നമ്മളെ ലെഫ്റ്റിൽ നിന്ന് വന്നിട്ട് അറ്റാക്ക് ചെയ്യും. ലെഫ്റ്റിൽ തന്നെ നിർത്താൻ വേണ്ടി ശ്രമിക്കും. നമ്മളെ റൈറ്റിലേക്ക് പോവാൻ സമ്മതിക്കൂല. റൈറ്റിലേക്ക് തിരികെ പോലും വേണ്ട എന്നുള്ള കാര്യം പറയും. സുബ്ഹാനല്ലാഹ്. നമുക്ക് പലർക്കും അല്ലെ നമ്മളൊക്കെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സൈക്കിളാണത്. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ ഇതിനകത്ത് ഇപ്പോഴും പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും. ഒരു തുള്ളി ആയിട്ട് ആ ഒരു ദിക്റിൽ നിന്ന് നമ്മളെ കളഞ്ഞ് ഹൃദയം ഹാർഡാക്കി ഈ ഒരു പ്രോസസ്സിലൂടെ ഒക്കെ നമ്മളെ പോയി. സുബ്ഹാനല്ലാഹ്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് എത്ര തിരിച്ചു വരാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലും ഇബ്ലീസ് പറയും കാര്യമൊന്നുമില്ല അല്ലെ, എന്താണ്. എന്നിട്ട് നമ്മളെ വീണ്ടും ഇനി അഥവാ നമ്മളെ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാലും വീണ്ടും മൂപ്പർ അത് എടുത്തു കളയും. സുബ്ഹാനല്ലാഹ്. ഇനി രണ്ടാമത്തെ രീതിയിലുള്ള അറ്റാക്ക് പല പണ്ഡിതന്മാരും പറഞ്ഞത്, നമുക്കറിയാം തെറ്റാണ് തിന്മയാണെന്ന് അറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെ ഹ്യൂമൻ നേച്ചറിന് തന്നെ അറിയാവുന്ന തെറ്റായിട്ടുള്ള പല കാര്യങ്ങളും. അതിലേക്ക് നമ്മളെ കൂടുതൽ ഇബ്ലീസ് അടുപ്പിക്കും. നമുക്ക് ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ചില തിന്മകളുണ്ട്, നമുക്കത് ചെയ്യാൻ വേണ്ടി ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാവും. അത് ചെയ്യുമ്പോൾ നമുക്ക് അതുകൊണ്ട് എന്തോ ഗുണമുണ്ടെന്ന് തോന്നുന്ന ചില തിന്മകൾ. അത് ചെയ്ത ഏതെങ്കിലും രീതിയിൽ നമുക്കൊരു ബെനിഫിറ്റ് കിട്ടും. നമ്മളത് ചെയ്യുമ്പോൾ ആർക്കെങ്കിലും ഒരു സന്തോഷം കിട്ടും, അല്ലെങ്കിൽ ആർക്കെങ്കിലും സമ്പാദിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആർക്കെങ്കിലും റെക്കഗ്നിഷൻ അല്ലെങ്കിൽ ഫെയിം കിട്ടും. സംഭവം ഒരു തെറ്റാണെങ്കിൽ പോലും അതുകൊണ്ട് ചില ഗുണങ്ങളുണ്ട്. എന്തെങ്കിലും ഒരു ഫീൽ ഗുഡ് ഫാക്ടർ അതിനകത്തുണ്ട്, എന്തെങ്കിലും ഒരു തിന്മ ചെയ്താലും. ഒരു ഉദാഹരണം പറയാം. ഇപ്പം ഭക്ഷണം എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ് നമ്മളുടെയൊക്കെ ബേസിക് നെസസിറ്റിയാണ്, നമ്മളെ ആവശ്യമാണ് അല്ലെ. നമ്മൾ ഭക്ഷണം കഴിക്കണം, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് റിസ്ക്കായിട്ട് തന്നെ തന്നിട്ടുള്ളത്. പക്ഷെ ശൈത്താൻ പറയും നിനക്ക് ആ ശരിക്കുള്ള ആ ഒരു ടേസ്റ്റ്, ആ ഒരു ത്രില്ല് കിട്ടണമെങ്കിൽ ഈ സാധനം ഉണ്ടല്ലോ ഹറാമായിരിക്കും, അതിനകത്ത് ഹറാം ഇൻഗ്രീഡിയന്റ് ഉണ്ടാവും, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അല്ലെ. അങ്ങനെ നമ്മൾ ആ ലൈൻ ക്രോസ് ചെയ്യിപ്പിക്കാം മെല്ലെ. ഇത് ഗുണമുണ്ടെന്ന് തോന്നിപ്പിച്ചിട്ട് ലൈൻ ക്രോസ് ചെയ്യിപ്പിക്കാം. ഇതിന് വേറൊരു ഉദാഹരണമാണ് നമ്മളെല്ലാവരും കേരളത്തിൽ ഒരുപക്ഷെ കേരള മുസ്ലിംസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സസ് ഫുഡ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ അല്ലെ. നമുക്കറിയാം ഫുഡിന്റെ കാര്യത്തിൽ ഹലാലൻ ത്വയ്യിബൻ എന്ന് പറയുമ്പോൾ ആ ത്വയ്യിബില് ലിമിറ്റേഷൻ ഉണ്ട് അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കുടിച്ചോ തിന്നോ കുലു വഷ്റബു, പക്ഷേ അതിര് കവിയരുതെന്ന്. അപ്പം നിങ്ങൾക്ക് ഭക്ഷണമല്ലേ കഴിച്ചോ അല്ലെ.
എക്സസിലേക്ക് കൊണ്ടുപോയിട്ട് അതിനെ ബ്യൂട്ടിഫൈ ചെയ്യിക്കും. ഇതുകൊണ്ട് പ്രയോജനമുണ്ട്. അപ്പം നമുക്ക് ആ ഒരു ഗുഡ്നെസ്, ഫീൽ ഗുഡ് ഫാക്ടർ ഇട്ട് തന്നിട്ട് നമ്മളെ കൊണ്ട് മെല്ലെ മെല്ലെ അള്ളാഹുവിന്റെ ലൈന് ക്രോസ് ചെയ്യിപ്പിക്കും. മെല്ലെ മെല്ലെ കേട്ടോ, പെട്ടെന്നൊന്നുമല്ല. അതേപോലെ വൈവാഹിക ബന്ധത്തിന് പുറത്തുള്ള റിലേഷൻഷിപ്പിൽ ഒരു ഇൻട്രസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എന്താ അല്ലേ, നിനക്കൊരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിലോ. ഇയാള് നിന്നെ വെറും വിഷമിപ്പിക്കല്ലേ ചെയ്യുന്നത്, ഒന്ന് വെറുതെ ഒന്ന് സംസാരിച്ചപ്പോ എന്താ അല്ലേ, നിനക്ക് അതുകൊണ്ടൊരു സമാധാനം കിട്ടുമെങ്കിലോ. അപ്പം അതിനെ ബ്യൂട്ടിഫൈ ചെയ്യാം, അതിലേക്ക് മെല്ലെ മെല്ലെ, അതായത് നമുക്കൊരു ഗുണമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിലേക്ക് തള്ളുക, അതിനകത്തേക്ക് വലിച്ചിടുക. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല, ഇതുണ്ടെങ്കിലേ ഈ കാര്യം ചെയ്താലേ എനിക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നാം. നമ്മൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ ചെയ്യുന്നുണ്ട്, കാരണം അതുകൊണ്ട് എനിക്കൊരു സമാധാനം കിട്ടുന്നുണ്ട് അല്ലേ, അതുകൊണ്ട് തൽക്കാലം എനിക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട്, അപ്പൊ ഞാനിത് ചെയ്യട്ടെ. സുബ്ഹാനല്ലാഹ്. ഇനി വേറെ തരത്തിലുള്ള തിന്മയുണ്ട്. ആ ഒരു തിന്മ എന്ന് വെച്ചാൽ വളരെ മോശപ്പെട്ടതാണ്, നമുക്കറിയാം അത് ശരിക്കും തെറ്റാണെന്ന്, അതുകൊണ്ട് നമുക്കൊരു ഗുണവും ഒരു പ്ലഷറും കിട്ടുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഈ പറഞ്ഞ ഫീൽ ഗുഡ് ഫാക്ടർ പോലും ഇല്ല. ഒരു ഉദാഹരണമാണ് നമ്മളെല്ലാവരും അല്ലെ ഒരു പക്ഷെ പെട്ടുപോകുന്ന ബാക്ക് ബൈറ്റിംഗ്, പരദൂഷണം എന്ന് പറയുന്ന. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം അത് പറയുന്നത് കൊണ്ട് ഒന്നും കിട്ടാനില്ല, അത് പറഞ്ഞു കഴിയുമ്പോൾ മുതൽ നമുക്ക് കുറ്റബോധമാണ് അല്ലെ, മനസ്സിന്റെ വിഷമാണ്. സുബ്ഹാനല്ലാഹ്. എന്നാലും നമ്മൾ അത് ചെയ്യും. ആരെങ്കിലും ഹേർട്ട് ചെയ്യുന്ന വാക്കുകൾ കൊണ്ട് വിഷമിപ്പിക്കുമ്പോൾ, ആരെങ്കിലും പരിഹസിക്കുന്ന രീതിയിൽ, ഇടിച്ചു താഴ്ത്തുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ, ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നൊന്നും കിട്ടാനില്ല അല്ലെ. അത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് വിഷമാണ്, അല്ലെങ്കിൽ നമ്മൾ ദേഷ്യം, നമ്മൾ ആരെങ്കിലും ഇടിക്കുക മക്കളെ ഒക്കെ ആണെങ്കിലും. സുബ്ഹാനല്ലാഹ്. അതുപോലെയുള്ള എന്തൊരു തിന്മ മറ്റൊരു മനുഷ്യനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള എന്തൊരു തിന്മ ചെയ്യുമ്പോഴും നമുക്ക് അതിൽ നിന്നും നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, നമ്മുടെ ഉള്ളിൽ ഒരു ഇടങ്ങേറുണ്ടാവും. അതുകൊണ്ട് ആ ഒരു പ്ലഷർ ഒന്നും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല, എന്നാലും അതിലേക്ക് വലിച്ചിടും. നമുക്ക് ഈ ലോകത്തും പരലോകത്തും ഗുണമില്ലാന്ന് മനസ്സിലാക്കിയ ഉള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അതിനകത്തേക്ക് ആ ഒരു ഇടതു ഭാഗത്ത് കൂടെ ലെഫ്റ്റിൽ കൂടെ അതിലേക്ക് അഡിക്ഷൻ ആവും. ആ ഒരു കാര്യത്തിലേക്ക് നമ്മളെ കൊണ്ട് ചെയ്യിച്ച് അഡിക്റ്റഡ് ആക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സംരക്ഷിക്കട്ടെ. ആമീൻ. ഇനി ഈ ഷിമാൽ എന്ന് പറയുന്ന വാക്ക് അറബി ഭാഷയിൽ അവരതിനെ പല പല കോണ്ടെക്സ്റ്റിൽ, നമ്മൾ മലയാളത്തിലെ ചൊല്ലുകൾ എന്നൊക്കെ പറയുന്ന പോലെ അല്ലെ, പഴഞ്ചൊല്ല് അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള ഇഡിയംസ് ഫ്രീസസ് എന്നൊക്കെ പറയുന്ന പോലെ ചില പ്രത്യേക യൂസേജസ് ഉണ്ട്. അപ്പം അത് വെച്ചിട്ട് കുറച്ച് എക്സ്പ്ലനേഷൻ കാണാം. ഒരു രീതിയിൽ ഇവർ ഇതിനെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ആയിട്ട് ക്ലോസ് ആയിരിക്കുന്ന ആളുകൾ, ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ ഇത് നിങ്ങളുടെ എന്താണ് യമീനിലുള്ള ആളുകളാണെന്ന് പറയും. പക്ഷെ നമുക്ക് ആരെങ്കിലും ആയിട്ട് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഇത്തിരി വെറുപ്പിക്കുന്നതാണ്, നമ്മൾ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്ത് കളയുന്ന, അല്ലെങ്കിൽ കോൾ വന്നാൽ എടുക്കാത്ത ചില ആൾക്കാരുണ്ടാവും, അവരെ ഷിമാലിലുള്ള ആളുകൾ എന്ന് പറയും. ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഡിസ്റ്റൻസ് വെക്കേണ്ട ആൾക്കാരെ ഇടതു ഭാഗത്തുള്ള ആളുകൾ എന്ന് അറബി ഭാഷയിൽ യൂസേജ് ഉണ്ട്. അതായത് നമുക്ക് ആരെങ്കിലും ഒഴിവാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ആയിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ആളുകൾ നമ്മളുടെ ഷിമാലിലുള്ള ആളുകളാണെന്ന് പറയും. അപ്പം ഷെയ്ത്താൻ ഇടതു ഭാഗത്ത് നിന്ന് വരുമ്പം നമ്മളെടുത്ത ഷെയ്ത്താൻ പറയാണ്, നീ ശരിക്കും അള്ളാഹുമായിട്ട് ഡിസ്റ്റൻസിലായിപ്പം അല്ലെ, അള്ളാഹുമായിട്ട് നിനക്കിപ്പോ അടുപ്പമില്ല. സുബ്ഹാനല്ലാഹ്. ഒരു കഥയില്ല, നീ ഇപ്പൊ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നിന്റെ ഹൃദയം അതിനകത്തില്ല, നിനക്ക് ഫീലിംഗ് ഇല്ല, നീ ഓതുന്നുണ്ട് അത് വെറും കുറച്ച് വാക്കുകൾ ഉരുവിടൽ മാത്രമാണ്, നീ ദിക്ർ ചെയ്യുന്നുണ്ട് നാവ് കൊണ്ട് മാത്രമാണ്, നീ അള്ളാഹുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. അപ്പം നിന്നെ കൂടുതൽ അകറ്റുന്ന ഒരു പരിപാടി. അപ്പം ഇടത് ഭാഗത്ത് നിന്ന് ഇബ്ലീസ് വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ആയിട്ട് ഏതെങ്കിലും രീതിയിൽ ക്ലോസ് ആവുന്നതിൽ നിന്നൊക്കെ നമ്മളെ തടയും മൂപ്പര്. അതുപോലെ അള്ളാഹു ആയിട്ട് ഏതെങ്കിലും രീതിയിൽ അകലുന്ന കാര്യങ്ങളിലേക്കൊക്കെ നമ്മളെ വിളിക്കും. വയുരീദുല്ലദീന യത്തബിഊന ശഹവാതി അൻ തമീലു മൈലൻ അദീമ. ഇബ്ലീസിന് നമ്മൾ ഒരുപാട് ദൂരെ ആയിരിക്കണം. വയുരീദു ശൈത്വാനു അൻ തുദില്ലു ളലാലൻ ബഈദ. എത്രയും അകലെ ആയിരിക്കണോ അല്ലെ, ഹിദായത്തിൽ നിന്ന് എത്രയും അകലെ ആയിരിക്കണോ, എത്രയും മിസ്ഗൈഡൻസിലായിരിക്കണോ, ബലാലിലായിരിക്കണോ, അതിനു വേണ്ടിയിട്ട് മൂപ്പര് ട്രൈ ചെയ്യും. സുബ്ഹാനല്ലാഹ്. അതായത് ഒരു ലെവലിൽ എത്തുമ്പോൾ നമുക്ക് തിരിച്ചു വരാൻ തോന്നിയാൽ പോലും സുബ്ഹാനല്ലാഹ് ഞാൻ എത്രയോ കിലോമീറ്ററുകൾ അകലെ ആയി പോയി, എനിക്ക് തിരിച്ചു വരാൻ ഒരു വഴിയില്ല എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന, അത്രയും നിരാശ തോന്നിപ്പിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവരാം. സുബ്ഹാനല്ലാഹ്.
അപ്പം ഈ ഡിസ്റ്റൻസിലെ നമ്മൾ പറഞ്ഞു ലെഫ്റ്റിലുള്ള ആളെന്ന് പറയുമ്പോൾ അയാളുമായിട്ട് നമുക്ക് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടതാണെന്നുള്ള രീതിയിൽ അറബിയിൽ യൂസ് ചെയ്യാറുണ്ട്. ഇനി വേറൊരു യൂസേജ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലുള്ള ആള് എന്ന് പറഞ്ഞാൽ അയാളുടെ അടുത്ത് നമുക്ക് ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട്. ഓക്കെ, അയാൾ ഒരു വലിയൊരു പൊസിഷനിൽ റെസ്പെക്റ്റഡ് പൊസിഷനിൽ വെക്കുന്ന ആളുകളെയാണ് റൈറ്റ് സൈഡിലുള്ള ആളുകൾ എന്ന് പറയാം. അതേപോലെ ഒരാൾക്ക് ഉള്ള റെസ്പെക്റ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ ലെഫ്റ്റ് സൈഡിലുള്ള ആളെന്ന് പറയും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഒരാൾ ലെഫ്റ്റ് സൈഡിൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ അടുത്ത് വലിയ റെസ്പെക്റ്റ് ഒന്നും ഇല്ല, എനിക്ക് ഇതിനുള്ള റെസ്പെക്റ്റ് ഒക്കെ നഷ്ടപ്പെട്ടു എന്നുള്ള ആ ഒരു അർത്ഥം. അപ്പം ഷെയ്ത്താന് നമ്മളെ കൺവിൻസ് ചെയ്യണം, നിനക്ക് ഒരു റെസ്പെക്റ്റും ഇല്ല, അള്ളാഹ് നിന്നെ കണക്കാക്കുന്നേ ഇല്ല, അല്ലേ, അള്ളാഹ്ക്ക് നിന്നോട് യാതൊരു താല്പര്യവും ഇല്ല. സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും ചില സിറ്റുവേഷനിൽ എങ്ങനെങ്കിലും നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്യുമ്പം നമുക്ക് അതിനുള്ള ഉത്തരങ്ങൾ കിട്ടുമ്പോൾ അല്ലെ, അള്ളാഹ്ക്ക് എന്നെ ഓർമ്മയുണ്ട്, അള്ളാഹ് എന്നെ കണക്കാക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ അടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതേസമയം പലപ്പോഴും നമുക്ക് ഇതേപോലെ ഒരു നിരാശത വരും അല്ലെ, അള്ളാഹു എന്നെ കണക്കാക്കുന്നില്ല, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം നീ അകലെയാണ് അല്ലെ, നിന്നെ വലിയ കാര്യമായിട്ട് കണക്കാക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ തോന്നും എന്നെ ഒന്നിനും പറ്റില്ല, എനിക്ക് തന്നെ എന്നോടുള്ള റെസ്പെക്ട് നഷ്ടപ്പെടും, ഞാൻ ഒരു വേസ്റ്റ് ആണ്, ഇപ്പൊ ഏതായാലും ഞാൻ വേസ്റ്റ് ആണല്ലോ, എന്നെ ആരും കണക്കാക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും ആർക്കും എന്താ, എനിക്ക് ഏതായാലും ഒരു വാല്യൂ ഇല്ലല്ലോ. അപ്പം നമ്മളെ ഡീവാല്യൂ ചെയ്യാം, നമുക്ക് നമ്മളെ കുറിച്ച് തന്നെയുള്ള വേർത്ത് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ചിന്ത വരാം. അപ്പം ആ ഒരു സൈഡിലേക്ക് മൂപ്പര് വലിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം എനിക്ക് വാല്യൂ ഇല്ല, എന്നാരും കണക്കാക്കുന്നില്ല എന്ന് കണ്ടാൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്തും ചെയ്യാം അല്ലെ. നമ്മളെ ഒരാൾ കണക്കാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളൊരാൾ വാല്യൂ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നന്മ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കൂടുതൽ ചെയ്യാൻ തോന്നും അല്ലെ. സ്വാഭാവികമാണ്, നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതേസമയം നമ്മൾ ആരെങ്കിലും വെറുത്ത് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും കുറ്റം കണ്ടുപിടിച്ച് നമ്മൾ എന്ത് ചെയ്താലും കുറ്റമല്ലേ, നമ്മൾ അതിൻ്റെ ചെയ്യുന്നില്ലല്ലോ, അപ്പൊ നമുക്ക് എന്തും ചെയ്യാലോ. അപ്പം ആ ഒരു ഫീലിംഗ് ഉണ്ടാക്കുക. റെസ്പെക്ട് ഇല്ല, നിന്നെ റിഗാർഡ് ചെയ്യുന്നില്ല എന്ന് തോന്നിക്കുക. സുബ്ഹാനല്ലാഹ്. ഇനി വേറൊരു ഇതെന്ന് വെച്ചാല് നമ്മള് ഷുമൂലി അല്ലെങ്കിൽ ഈ ഒരു വാക്കിന്റെ വേറൊരു അർത്ഥം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻക്ലൂഷൻ അല്ലെ. എല്ലാം കൂടെ എന്താ പറയാ, ഒത്ത് ചേരുക അല്ലെങ്കിൽ ഉൾക്കൊള്ളുക എന്നുള്ള ഒരർത്ഥം. സുബ്ഹാനല്ലാഹ്. അപ്പം നമുക്കറിയാം കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു റൈറ്റ് വേ ഉണ്ട്, ശരിയായിട്ടുള്ള ഒരു വഴിയുണ്ട് അല്ലെ, ശരിയായ നന്മയുടെ രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നമ്മൾ പണം സമ്പാദിക്കുമ്പോൾ അതിനൊരു റൈറ്റ് വേ ഉണ്ട് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഒരുപാട് തെറ്റായ വഴികളും ഉണ്ട് പണം സമ്പാദിക്കാൻ അല്ലെ. അപ്പൊ നമ്മൾ ശരിയായ വഴിയിൽ സമ്പാദിച്ചത് മതിയാവാതെ വരുമ്പോൾ കൂടുതൽ വേണം എന്നുള്ള ഒരു സാഹചര്യം, അത് റൈറ്റ് ഹാൻഡിലുള്ള, ഞാൻ നേരത്തെ ഒരു ഇത് പറഞ്ഞത് അല്ലെ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം റൈറ്റ് ഹാൻഡ് കൊണ്ട് എടുത്തിട്ട് അതിനകത്ത് കൊള്ളൂല എന്നുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ഹാൻഡും കൂടെ കൂട്ടിയെടുക്കും, രണ്ട് കൈകളിലും കൂടെ ചേർത്ത് വെച്ചിട്ട് എടുക്കും അല്ലെ. അപ്പൊ നമ്മൾ റൈറ്റ് ഹാൻഡ് കൊണ്ട് സമ്പാദിക്കുന്നത് മതിയാവാതെ വരുമ്പം നമ്മൾ എന്ത് ചെയ്യും, ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടും കൂടെ സമ്പാദിക്കാൻ തുടങ്ങും. അപ്പം ഷെയ്ത്താൻ നമ്മളടുത്ത് അല്ലെ റൈറ്റ് മതിയാവില്ല എന്നുള്ള ഒരു തോന്നലിട്ട് തരും, തെറ്റായ രീതിയിലുള്ള സമ്പാദ്യങ്ങൾ അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മളുടെ അത്യാഗ്രഹത്തിന്റെ മേൽ മൂപ്പര് പിടിക്കും. അശ്ശൈത്വാനു യഅദുകുമുൽ ഫഖറ വയഅമുറുകും ബിൽ ഫഹ്ശാ. ഫഖർ നമുക്ക് ഉറപ്പ് തരും അല്ലെ. നീ കടത്തിലാവും ഇക്കണക്കിന് പോയാ, നീ ഇതുകൊണ്ട് എങ്ങനെ ജീവിക്കാനാ, നിന്റെ മക്കളെ കാര്യം എങ്ങനെ ചെയ്യാനാ അല്ലെ. അപ്പൊ നീ വേറെ വഴി നോക്കണം. എന്ത്? യഅമുറുകും ബിൽ ഫഹ്ശാ, ഷെയിംലെസ് ആയിട്ടുള്ള അല്ലെ, തെറ്റായിട്ടുള്ള മോശമായിട്ടുള്ള അള്ളാഹിന്റെ കണ്ണിന്റെ മുമ്പിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ സമ്പാദ്യം എന്നുള്ള ഒരു എക്സാമ്പിൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. എന്തൊരു കാര്യത്തിനും നല്ലതും ചീത്ത വശമുണ്ട്. നല്ലത് മതിയാവൂല എന്നുള്ള ഒരു തോന്നല്. അപ്പൊ മനുഷ്യന്റെ അത്യാഗ്രഹവും ഈ ഷമായില് പെടുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആര് അവന്റെ നഫ്സിന്റെ ഷുഹിൽ നിന്ന് രക്ഷപ്പെട്ടുവോ അവരാണ് വിജയിച്ചവർ. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ അത്യാഗ്രഹം എന്ന് പറയുന്നത് ഭയങ്കര സ്കെയറിയാണ്. സുബ്ഹാനല്ലാഹ്. ഇബ്ലീസ് നമ്മളടുത്ത് ഉപയോഗിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളും കൂടിയാണ്. ആദം അലൈഹിസ്സലാമിനെയും ഇബ്ലീസ് ചതിച്ചത് ഇത് ഉപയോഗിച്ചാണ് അല്ലെ. ലോകത്ത് എത്രയോ കച്ചവടങ്ങൾ ഉണ്ട്, പക്ഷെ ആൾക്കാർക്ക് റിബ ഉള്ള അല്ലെ പലിശ ഉള്ള കച്ചവടത്തിനോടാണ് കൂടുതൽ താല്പര്യം ഉണ്ടാവുക.
അതിനെ അവര് ശരിയാക്കും. സുബ്ഹാനല്ലാഹ്. റിബ പറഞ്ഞ സ്ഥലത്ത് ശരിയാക്കും, ഇൻ ദ സെൻസ് ശരിയാക്കി ചിത്രീകരിക്കും. റിബായെ കുറിച്ച് സൂറത്ത് ബഖറയിൽ പറഞ്ഞ സ്ഥലത്ത് പറയുന്നുണ്ട്, അല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. അല്ലേ, എവിടെ എവിടെ ഗ്രീഡ്, അത്യാഗ്രഹം വരുന്നോ അവിടെയൊക്കെ ശൈത്വാൻ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇടതു ഭാഗത്ത് നിന്ന് പുള്ള് ചെയ്യുന്നതിന് എന്ത് അത്യാഗ്രഹവും കൂടെ ഉൾപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. അപ്പം ഏകദേശം നമ്മൾ 4 ഭാഗത്തു നിന്നുള്ള സംഭവങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഏകദേശം നമുക്ക് പറയാൻ പറ്റുന്നതൊക്കെ കുറെ പറഞ്ഞു, അല്ലെ? സുബ്ഹാനല്ലാഹ്. ഈ ഇടതു ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഏതൊരു ഭാഗത്താണെങ്കിലും നമ്മൾ ഒരു തിന്മയിലേക്ക് പോകുമ്പം ഇബ്ലീസ് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അതിനകത്ത് അങ്ങ് മുക്കി വെക്കും. സുബ്ഹാനല്ലാഹ്. എന്തെങ്കിലും ഒരു തിന്മയിലേക്ക് നമ്മൾ ചെറുതായിട്ട്, ഞാൻ പറഞ്ഞല്ലോ ഇബ്ലീസ് ജസ്റ്റ് ഒരു സ്റ്റെപ്പ് എടുക്കാനേ ആദ്യം പറയുള്ളൂ, അതിലേക്ക് ആദ്യം തന്നെ ചാടിക്കൂല. എന്നിട്ട് ആ സ്റ്റെപ്പ് എടുത്തെടുത്തെടുത്തെടുത്ത് നമ്മൾ അതിനകത്ത് കൊണ്ട് കുഴിച്ചിടും. എന്നിട്ട് അവിടെ തന്നെ നിൽക്കുന്ന പോലെ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഇത് മാത്രമേ ഉള്ളൂ എനിക്കൊരു വഴി എന്നുള്ളത് തോന്നിക്കും. സുബ്ഹാനല്ലാഹ്. അല്ലെ, ഇപ്പം ഒരു എന്റർടൈൻമെന്റിന്റെ കാര്യം എടുത്തു നോക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളൊക്കെയും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെ, ടി വി സീരിയൽ അല്ലെങ്കിൽ സിനിമകൾ അല്ലെങ്കിൽ വ്ളോഗിങ് ഒക്കെ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മളെ മനസ്സിൽ ആ സമയത്ത് ആകെ എന്റർടൈൻമെന്റിന് ഇതേ വഴിയുള്ളൂ, ഇതില്ലെങ്കിൽ എന്റെ സുബ്ഹാനല്ലാഹ് എന്റെ ടൈം എങ്ങനെ പോവും, അല്ലെ, എനിക്ക് എന്ത് എൻജോയ്മെന്റ് ഉള്ളതെന്ന് ഒരു പക്ഷെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സുബ്ഹാനല്ലാഹ് പലരും അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട ആൾക്കാരാണ്, അല്ലെ, അതൊക്കെ ഒഴിവാക്കിയ ആൾക്കാരാണ്. എന്നാലും നമ്മുടെയൊക്കെ ലൈഫ് എന്റർടൈൻഡ് ആണ്, അല്ലെ. ഹലാലായിട്ടുള്ള പല എന്റർടൈൻമെന്റിലും നമ്മൾ തൃപ്തി കണ്ടെത്തുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക്, അല്ലെ. നമുക്ക് പ്രിയപ്പെട്ട അള്ളാഹിന്റെ മാർഗത്തിൽ സംസാരിക്കുന്നവരുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ കാര്യത്തിൽ ഇബ്ലീസ് തിന്മയിൽ നമ്മളെങ്ങനെ മെല്ലെ മെല്ലെ കൊണ്ടേ അതിനകത്ത് കുഴിച്ചു മൂടുമ്പോൾ നമുക്ക് തോന്നും ഇത് മാത്രമേ ഒരു വഴിയുള്ളൂ, ഇതല്ലാതെ വേറെ ഒന്നിലും എനിക്കൊരു സന്തോഷം കണ്ടെത്താൻ പറ്റില്ല, എനിക്ക് ജീവിതവുമായിട്ട് കോപ്പപ്പ് ചെയ്യാൻ പറ്റൂല ഈ ഒരു തിന്മ അല്ലെങ്കിൽ ഈ തിന്മകൾ ചെയ്തിട്ടില്ലെങ്കിൽ. അങ്ങനെ ആ ഒരു വിശ്വാസം നമ്മൾ ഉണ്ടാക്കി നമ്മൾ എത്രയും അകറ്റി അതിനകത്ത് ഇട്ട് വെക്കാൻ പറ്റുമോ അത്രയും അകറ്റി ഇബ്ലീസ് നമ്മളെ അതിനകത്ത് ഇട്ട് വെക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ ഓരോരുത്തരും ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പോഴും ഉണ്ട്, അല്ലെ, നമ്മളൊക്കെ ഉള്ള ചില തിന്മകൾ, തെറ്റുകൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം എന്താണ് നമ്മൾ ഓരോരുത്തരും ഇതുപോലെ പെട്ടിരിക്കുന്നത്, ഇതില്ലെങ്കിൽ എനിക്ക് രക്ഷയില്ല, ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ഇത് ഞാൻ എങ്ങനെയാ നിർത്താം, ഇതെനിക്ക് നിർത്താൻ പറ്റൂല. ഇനി നമ്മൾ അറിഞ്ഞോ അറിയാതെ പല പ്രാവശ്യം നിർത്തുമ്പോൾ വീണ്ടും വീണ്ടും ചെന്നപ്പെടുന്ന ആ തിന്മകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കാം. ചില തിന്മകൾ ഉണ്ടാവും, അത് ചെയ്യുമ്പം നമ്മൾ ഇത് കുഴപ്പമില്ല, ഇത് മാത്രമല്ലേ ഉള്ളൂ, ഞാൻ ബാക്കിയൊക്കെ കുറെ നല്ലത് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇത് പ്രശ്നമില്ല എന്ന് തോന്നുന്ന ചില തിന്മകൾ നമുക്ക് ഒരു പക്ഷെ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കാം. സുബ്ഹാനല്ലാഹ്. നമ്മൾ നമ്മളോട് തന്നെ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുന്നത്. അപ്പം അതെന്താന്ന് മനസ്സിലാക്കി എത്രയും അതിൽ നിന്ന് അകന്ന് നിൽക്കാൻ പറ്റുമോ അത്രയും അകന്ന് നിൽക്കാം. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് ചുരുക്കി പറയാൻ പറ്റുന്ന. ഇനിയും ഒരുപാട് നമുക്ക് ഈ ഒരു കാര്യങ്ങളിൽ പറയാം. കാരണം നമ്മൾ ഓരോരുത്തരും തന്നെ ചിന്തിക്കുമ്പം ഇവിടെ പറഞ്ഞിട്ടില്ലാത്ത ഉദാഹരണങ്ങളൊക്കെ നമ്മളൊക്കെ ലൈഫിൽ ഇബ്ലീസ് പല രീതിയിലും അറ്റാക്കുകളായിട്ട് വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇത്രയെങ്കിലും നമ്മൾ മനസ്സിൽ വെക്കുമ്പോൾ നമ്മൾ അലേർട്ട് ആയിരിക്കും, അല്ലെ, എങ്ങനെയാണ് ഇബ്ലീസ് എന്നെ ശല്യം ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും അള്ളാഹു സുബ്ഹാനഹു തആലയും ഇബ്ലീസും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്, അല്ലെ. സൂറത്ത് അറാഫിലുള്ള സംഭാഷണമാണ് നമ്മൾ ഈ ഒരു സീരീസിനകത്ത് പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത് പറയുമ്പം ഇതിൽ നിന്ന് വരാവുന്ന ഒരു ചോദ്യമുണ്ട്. കാരണം ഇബ്ലീസിന്റെ അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മൾ 4 ഡയറക്ഷനിൽ നിന്നാ പറഞ്ഞത്, അല്ലെ, വലതു നിന്നും ഇടതു നിന്നും ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും. പക്ഷെ മിസ്സായ 2 ഡയറക്ഷൻ ഉണ്ട്. ഏതാ? മേലെയും താഴെയും. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു അറ്റാക്കില് മേലെയും താഴെയും നിന്ന് അറ്റാക്ക് ചെയ്യുന്ന പറഞ്ഞിട്ടില്ല. അപ്പം എപ്പോഴും നമുക്ക് ഒരു ഓപ്ഷൻ അവിടെ ബാക്കിയുണ്ട്, അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് എന്താണ് ഒബ്സർവ് ചെയ്യാനുള്ളത്? മേലെയും താഴെയും അറ്റാക്ക് ഇല്ലാത്തത്. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം ഇബ്ലീസ് നമ്മളെ വിളിക്കുന്നതെല്ലാം 4 ഡയറക്ഷനിൽ നിന്നാണെങ്കിലും വിളിക്കുന്നതെല്ലാം എന്തിലേക്കാണ്? തിന്മയിലേക്കാണ്, അല്ലെ, ഫാൾസ്ഹുഡിലേക്കാണ്. അപ്പം അതിന് ഓപ്പോസിറ്റ് എന്താണ്? സത്യം, ഹക്ക്, ശരി, നന്മ, അല്ലെ. 2 നന്മകൾ, 2 ശരികളുണ്ട്, 2 ഹക്കുകളുണ്ട്. ഒരിക്കലും ചേഞ്ച് ചെയ്യാത്ത, ഒരു സംശയവും ഇല്ലാത്ത 2 ഹക്കുകളുണ്ട്. നമുക്കറിയാം. ഒന്ന് മേലെ നിന്ന് വരുന്ന അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഹിദായത്ത്, ഖുർആൻ. സുബ്ഹാനല്ലാഹ്. ആകാശത്ത് നിന്ന്, അല്ലെ.
അത് ഹക്കാണ്, യഖീനാണ്, അതിനകത്ത് ലാ റൈബ ഫീ, അല്ലെ, ഒരു സംശയവും ഇല്ല. സുബ്ഹാനല്ലാഹ്. ഇനി വേറൊരു സത്യമുണ്ട്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രോമിസ് ചെയ്ത ഒരു കാര്യം പലപ്പോഴും ഞാൻ പല ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരുടെയും ജീവിതം എടുത്തു നോക്കുമ്പോൾ, അല്ലെ, നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം എടുത്തു നോക്കുമ്പോൾ അള്ളാഹു നമുക്കൊക്കെ റിസ്ക് ഉറപ്പാക്കുന്നുണ്ട്. പക്ഷെ അത് പലർക്കും പല രീതിയിലുള്ള റിസ്ക്കുകളാണ്, അല്ലെ. ആർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഞാൻ എന്തായാലും വീട് തരും, അല്ലെങ്കിൽ നിനക്ക് എന്തായാലും കുട്ടികളെ തരും, നിനക്ക് എന്തായാലും ഭർത്താവിനെ തരും എന്ന് അള്ളാഹ് ഉറപ്പ് കൊടുത്തിട്ടില്ല. ഈ പറഞ്ഞത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും സൂട്ടബിൾ ആയിട്ട് കൊടുക്കുകയാണ്. പക്ഷെ അള്ളാഹു എല്ലാവർക്കും ഉറപ്പായിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഖുർആനില്, മരണം, അല്ലെ. അതാണ് രണ്ടാമത്തെ ഹക്ക്. ഒരു സംശയമില്ല. നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോൾ എല്ലാവർക്കും ഉറപ്പായിട്ട് കിട്ടിയിട്ടുള്ളത് ഇത് മാത്രമേ ഉള്ളൂ, അല്ലെ. ഒരാൾക്ക് ഒന്നുണ്ടെങ്കിൽ വേറൊരാൾക്ക് വേറെ ഒന്നും ഉണ്ടാവില്ല. ആരോഗ്യമുള്ളവർക്ക് സമ്പത്ത് ഉണ്ടാവില്ല, സമ്പത്തുള്ളവർക്ക് കുട്ടികളുണ്ടാവില്ല, കുട്ടികളുള്ളവർക്ക് വീടുണ്ടാവില്ല, വീടുള്ളവർക്ക് ഭർത്താവ് ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹിന്റെ റിസ്ക് അള്ളാഹു മിക്സ് ആൻഡ് മാച്ച് ആണ്. പക്ഷെ അള്ളാഹു എല്ലാവർക്കും ഉറപ്പായിട്ട് ഹക്കായിട്ട് കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, മരണം. അത് താഴേക്കാണ്, അല്ലെ. നമ്മൾ ഗ്രൗണ്ടിലേക്ക്, തിരിച്ച് ഭൂമിയിലേക്ക്, മണ്ണിലേക്ക് പോകുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ യഖീനുള്ള ഹക്കായിട്ടുള്ള കാര്യങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. മേലേന്ന് വരുന്ന ഖുർആൻ ഹിദായത്തും നമ്മൾ താഴേക്ക് പോകും എന്നുള്ള ആ ഒരു സത്യം. സുബ്ഹാനല്ലാഹ്. ഇതിനകത്ത് ഈ രണ്ട് കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫൈനാണ്. സുബ്ഹാനല്ലാഹ്. ഈ 4 സൈഡിൽ നിന്നും ഏതൊക്കെ രീതിയിൽ, നമ്മളിപ്പോ പറഞ്ഞ രീതിയിലോ പറയാത്ത രീതിയിലോ അറ്റാക്ക് ചെയ്തോട്ടെ ഇബ്ലീസ്, പക്ഷെ നമുക്ക് മേലേന്ന് വരുന്ന ഹിദായത്ത് ഖുർആൻ ഉണ്ട് നമ്മുടെ കയ്യിൽ. താഴേക്ക് നമ്മൾ തിരിച്ചു പോകുന്നുള്ള ഒരു യഖീൻ നമ്മുടെ അടുത്തുണ്ട്, അല്ലെ. അപ്പൊ നമ്മള് ഈ അറ്റാക്കുകളിൽ നിന്നൊന്നും പെട്ടുപോല. സുബ്ഹാനല്ലാഹ്. നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഈ മോളിന്നും താഴെന്നും മൂപ്പർക്ക് വരാൻ പറ്റൂല. ഇനി വേറൊരു ആംഗിളില് ഇതിനെ കാണാൻ പറ്റുന്നത് എങ്ങനെയാന്ന് പറയുന്ന വെച്ചാല്, നമ്മള് അള്ളാഹുലേക്ക് തിരിയുന്നത്, അല്ലെ, മുകളിലേക്ക് ദ്വാ കൊണ്ട് കൈ ഉയർത്തിയിട്ട്, താഴേക്ക് സുജൂദ് കൊണ്ട്. സുബ്ഹാനല്ലാഹ്. രണ്ടും അള്ളാഹിന്റെ മുമ്പിൽ അങ്ങേയറ്റം ഹമ്പിൾ ആവുന്ന രണ്ട് കാര്യങ്ങളല്ലേ. നമ്മളെ കൊണ്ട് ഒന്നും പറ്റൂല എന്ന് തോന്നുന്നിടത്താണ് നമ്മൾ റബ്ബിന്റെ അടുത്ത് ചോദിക്കുന്നത്. അത് നമുക്ക് എത്രത്തോളം നമ്മളെ കൊണ്ട് ഒന്നും പറ്റൂല എന്ന് മനസ്സിലാക്കുന്നു, അത്രത്തോളം നമ്മുടെ ദ്വാകള് കൂടിക്കൊണ്ടേയിരിക്കും, അല്ലെ. പണ്ടത്തെ നമ്മളെ അപേക്ഷിച്ച് നോക്കുമ്പം ഒരു പക്ഷേ പണ്ടൊക്കെ നമ്മൾ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ മാത്രം റബ്ബിന്റെ അടുത്ത് പറയുള്ളായിരുന്നു, അല്ലെ. ബാക്കിയൊക്കെ നമ്മൾ തന്നെ അങ്ങോട്ട് ചെയ്യലായിരുന്നു. ആണോ, നമ്മുടെ വിചാരം നമ്മൾ തന്നെ ചെയ്യലാണ്, ചെയ്യേണ്ടതാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് ഓരോ സ്റ്റെപ്പിലും റബ്ബിന്റെ അടുത്ത് ചോദിക്കാൻ പറ്റുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് ഒന്നും പറ്റൂല നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട്. അപ്പൊ നമ്മൾ പവർഫുൾ അല്ല, നമുക്ക് എപ്പോഴും റബ്ബിന്റെ ആവശ്യമുണ്ട്, നമ്മൾ എപ്പോഴും റബ്ബില് ഡിപ്പെൻഡന്റ് ആണ് എന്ന് നമ്മൾ എന്നുള്ളതിന്റെ തെളിവാണ് നമ്മൾ റബ്ബിന്റെ നേരെ കൈ ഉയർത്തി ദുആ ചെയ്യുന്നത്, അല്ലെ. അതേപോലെ സുജൂദും അത് തന്നെ. റബ്ബിന്റെ മുമ്പിൽ നമ്മൾ, അല്ലെ, നമുക്ക് നമ്മളുടെ ശരീരത്തിൽ ഏറ്റവും റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള പാർട്ടാണ് നമ്മുടെ ഫേസ്. അതിനെ നമ്മൾ റബ്ബിന്റെ മുമ്പിൽ മണ്ണിൽ വെക്കാണ്, ഭൂമിയിൽ വെക്കാണ്. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല സുജൂദ് ചെയ്യുന്നത് വഴി ഷെയ്ത്താൻ എന്താ നിരസിച്ചത്? സുജൂദ് ചെയ്യലല്ലേ, ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞ ആ സുജൂദാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ തന്നെ ഷെയ്ത്താന് എതിരാണ്. ഷെയ്ത്താൻ പരമാവധി നമ്മളെ കൊണ്ട് സുജൂദ് ചെയ്യിപ്പിക്കാതിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം ആ രണ്ട് ഡയറക്ഷൻ, മേലെ ദ്വാക്ക് വേണ്ടി കൈ ഉയർത്തുന്ന മേലെയും സുജൂദിന് വേണ്ടി ചെയ്യുന്ന താഴെയും ഇബ്ലീസിന് ടച്ച് ചെയ്യാൻ പറ്റൂല, നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പറ്റൂല. ആ രണ്ട് പ്രൊട്ടക്ഷൻ നമുക്ക് ഉണ്ടെങ്കിൽ. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം സുജൂദ് എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ തല ഭൂമിയിൽ വെക്കലല്ല, അല്ലെ. സുജൂദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനയുടെ മുന്നിൽ അങ്ങേയറ്റം കീഴൊതുങ്ങലാണ്. ഈവൻ ഇബ്ലീസ് സുജൂദ് ചെയ്യാതിരുന്നപ്പം ഇബ്ലീസ് ഇല്ല, ഞാൻ തല താഴെ വെക്കൂല, മണ്ണിൽ വെക്കൂല എന്നല്ല പറഞ്ഞത്. ഇബ്ലീസ് പറഞ്ഞത് അള്ളാഹിന്റെ കൽപ്പന എനിക്ക് അനുസരിക്കാൻ പറ്റൂല എന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു സംഭവം, ഈ രണ്ട് കാര്യങ്ങള്, ദുആയും സുജൂദും, സുബ്ഹാനല്ലാഹ്, അത് നമുക്ക് ഇന്റേണലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ 4 ഭാഗത്തു നിന്നുള്ള അറ്റാക്കും നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഇതേ രക്ഷയുള്ളൂ, അല്ലെ. ഫുൾ ടൈം കണക്റ്റഡ് ആയിരിക്കുക അള്ളാഹുവിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. ഒരു കമന്ററി ഷഖീഖ് റഹിമഹുല്ലാഹ് കമന്റ് ചെയ്ത ഒരു കാര്യം, ഈ ഒരു ഇബ്ലീസിന്റെ അറ്റാക്കുകളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. അദ്ദേഹം എഴുതിയത്, എല്ലാ ദിവസവും ഇബ്ലീസ് വരും 4 ഡയറക്ഷനിൽ നിന്നും. സുബ്ഹാനല്ലാഹ്. ഫ്രണ്ടിൽ നിന്നും, ബാക്കിൽ നിന്നും, റൈറ്റിൽ നിന്നും, ലെഫ്റ്റിൽ നിന്നും വരും. ഫ്രണ്ടിൽ വന്നിട്ട് പറയും, നീ ചെയ്തോ, നിന്റെ കണ്ണിന് മുമ്പിൽ. നമ്മൾ ഇമ്പൾസിന്റെ കാര്യം പറയാം, നമുക്ക് പെട്ടെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ഇഷ്ടം. അപ്പോൾ എന്താ നിന്റെ മുമ്പിൽ വരുന്നത്, അത് നീ അങ്ങ് എൻജോയ് ചെയ്തോ എന്നുള്ള രീതിയിൽ പറയും. എന്നിട്ട് അതിന്റെ കൂടെ പറയും ഫൈനല്ലാഹ ഗഫൂറുർ റഹീം, അല്ലെ. അള്ളാഹു ഗഫൂറുർ റഹീമാണ്, പൊറുക്കുന്നവനാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നീ എന്താ ചെയ്തോ, എൻജോയ് ചെയ്തോ. സുബ്ഹാനല്ലാഹ്.
അദ്ദേഹം അതിന് മറുപടിയായിട്ട് സൂറത്ത് താഹയിൽ നിന്ന് وإني لغفار لمن تاب وآمن وعمل صالحا ثم اهتدى. അള്ളാഹു ഗഫാറാണല്ലേ, അള്ളാഹു പൊറുക്കുന്നവനാണ്. പക്ഷെ ആർക്കാണ്? അവനിലേക്ക് പാപമോചനം തേടി മടങ്ങുന്നവനും സൽക്കർമ്മം ചെയ്യുന്നവനും അതുവഴി ഹിദായത്തിൽ നേർവഴിയിലായവനുമാണ് അള്ളാഹു പുറത്തു കൊടുക്കുന്നത്. അപ്പൊ നീ പറഞ്ഞ പോലെ തോന്നിയ പോലെ ചെയ്തു കഴിഞ്ഞിട്ട് അള്ളാഹു പുറത്തു തരുന്ന എൻ്റെ അടുത്ത് പറയണ്ട. സുബ്ഹാനല്ലാഹ്. അപ്പം അത് ഫെയിൽ ആകുമ്പോ മൂപ്പര് വേറെ ഡയറക്ഷനിൽ വരും. എന്താ പറയാ, നിന്റെ കാര്യം എന്താണ്? നീ ഇപ്പൊ ഇങ്ങനെ പോയാൽ നീ കടത്തിലാവും മരിച്ചു കഴിഞ്ഞാല്. നിന്റെ മക്കൾക്ക് അല്ലേ, നിന്റെ മക്കളെ കാര്യം എന്താണ്? അവർക്ക് വേണ്ടി നീ എന്തെങ്കിലും സമ്പാദിക്കണ്ടേ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, നമ്മുടെ കാഴ്ച മറപ്പിച്ച് കളയുന്ന ചില ട്രക്കുകൾ നമ്മളെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന. സുബ്ഹാനല്ലാഹ്. അപ്പൊ നിന്റെ മക്കളെ കാര്യം, നിന്റെ വീട്ടിന്റെ കാര്യം, കുടുംബത്തിന്റെ കാര്യം എന്നൊക്കെ പറഞ്ഞ നിരാശകൾ പല രീതിയിൽ കൊണ്ടുവന്ന് ഇട്ട് തരും. അതിന് അദ്ദേഹം കൊടുത്ത മറുപടി വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹ വമുസ്തൗദഅഹ കുല്ലും ഫീ കിതാബിൻ മുബീൻ. ല്ലേ, ഭൂമിയിൽ ഒരു മൃഗത്തിനും സുബ്ഹാനല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല അതിന്റെ റിസ്ക് എത്തിക്കാത്തതില്ല അല്ലെ. ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. സുബ്ഹാനല്ലാഹ്. അത് പക്ഷികൾക്കാണെങ്കിലും മീനുകൾക്കാണെങ്കിലും പുഴുക്കൾക്കാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു തആല റിസ്ക് എത്തിക്കുന്നുണ്ട്. പിന്നെയാണോ എന്റെ റബ്ബ് എന്റെ മക്കളെ മറന്നു പോകുന്നത്? നമ്മൾ സ്റ്റക്ക് ആവുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആണല്ലോ അല്ലെ. അള്ളാഹ് നോക്കിക്കോളും. സുബ്ഹാനല്ലാഹ്. ഇനി മൂപ്പര് വേറെ വഴിക്ക് വരും. നമ്മൾ ചെയ്യുന്ന അമലുകളെ ബ്യൂട്ടിഫൈ ചെയ്തുകൊണ്ട് അല്ലെ. നീ ഇന്ന് അടിപൊളിയായിട്ട്, നിന്റെ നിസ്കാരമൊക്കെ സൂപ്പർ ആയിരുന്നു, നീ എന്താ ഖിറാഅത്താ ചെയ്തത്, നീ ഇന്ന് ചെയ്ത ചാരിറ്റി സുബ്ഹാനല്ലാഹ്, എത്രയാ നീ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നേ. അപ്പം നിന്നെ കുറിച്ച് തന്നെ നിനക്ക് നല്ല ഒപ്പീനിയൻ ഉണ്ടാക്കുന്ന രീതിയിൽ മൂപ്പര് റൈറ്റ് സൈഡിൽ നിന്ന് വരും. സുബ്ഹാനല്ലാഹ്. അതിനുള്ള മറുപടി ആയിട്ട് പറയുന്നത്, അവസാനം ആർക്കാണ് ഉത്തമം? സ്വയം പ്രൊട്ടക്ട് ചെയ്യുന്നവർ, ചെയ്തുകൊണ്ടേയിരിക്കുന്നവർക്ക് അല്ലേ. നമ്മുടെ അന്ത്യം ഏറ്റവും നല്ലതാവണമെങ്കിൽ നമ്മളെ നിരന്തരം സംരക്ഷിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് നീ ഇന്ന് വന്നിട്ട് ഞാൻ ചെയ്തത് നല്ലതാണെന്നും പറഞ്ഞ് അതിനകത്ത് ഞാൻ വീട് പോകുന്നു വിചാരിക്കേണ്ട. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെയും സംരക്ഷിക്കട്ടെ. ആമീൻ. ഇനി മൂപ്പര് പല ടെംപ്റ്റേഷനും കൊണ്ടുവരും അല്ലേ. നീ അത് ചെയ്തോ, ഇത് ചെയ്തോ, അങ്ങനെ ചെയ്തോ അല്ലെ. പലതരത്തിലുള്ള ഷഹവാത്തുകളും കൊണ്ട് മൂപ്പര് വരും. സുബ്ഹാനല്ലാഹ്. അതിന് പറഞ്ഞ മറുപടി വഹീല ബൈനഹും വബൈന മാ യശ്തഹൂന കമാ ഫഅല ബി അശ്യാഇഹിം മിൻ ഖബൽ ഇന്നഹും കാനൂ ഫീ ശക്കിൻ മുരീബ്. നിന്റെ ഇച്ഛകളുടെ ഇടയിൽ ഒരു മറ അള്ളാഹു പ്ലേസ് ചെയ്യും. സുബ്ഹാനല്ലാഹ്. അപ്പം അതും കൊണ്ട് നീ വരണ്ട. എന്റെ ഇച്ഛകളുടെ ഇടയിൽ ഒരു മറയുണ്ടാകും, പിന്നെ എനിക്ക് അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹുവിന്റെ കലാം കൊണ്ടാണ് അദ്ദേഹം ഇബ്ലീസിന്റെ ഷർറുകളെ, ഇബ്ലീസിന്റെ അറ്റാക്കുകളെ പ്രൊട്ടക്ട് ചെയ്തത്. അപ്പം ഇതാണ് ആ പ്രൊട്ടക്ഷൻ നമുക്ക് ഈ ഒരു സീരീസിന്റെ കൺക്ലൂഷനിൽ പറയാനുള്ളത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു വെച്ചാലും, ഏതൊക്കെ രീതിയിൽ അറ്റാക്ക് വന്നു കഴിഞ്ഞാലും ഒരൊറ്റ പ്രൊട്ടക്ഷനെ നമുക്ക് ഉള്ളൂ, എപ്പോഴും അതേ ഉള്ളൂ, അത് അള്ളാഹു ആണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. നമുക്ക് അള്ളാഹുമായിട്ടുള്ള ഒരു കണക്ഷൻ, അള്ളാഹു മുകളിൽ നിന്ന് താഴേക്ക് നമുക്ക് കിട്ടുന്ന ഒരു കയറുണ്ട് സഹായത്തിന് അല്ലെ, ഖുർആൻ. വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദ. ഈ ഗ്രന്ഥം അല്ലെ, ഇതിലല്ലാതെ നീ യാതൊരു സേഫ്റ്റിയും സംരക്ഷണവും നിനക്ക് കിട്ടൂല. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളെ ഷെയ്ത്താനെതിരെയുള്ള ഫൈറ്റില് അത് ഏത് സൈഡിൽ നിന്ന് ആയിക്കോട്ടെ, ഫ്രണ്ടിൽ നിന്ന് ആയിക്കോട്ടെ, ബാക്കിൽ നിന്ന് ആയിക്കോട്ടെ, റൈറ്റിൽ നിന്ന് ആയിക്കോട്ടെ, ലെഫ്റ്റിൽ നിന്ന് ആയിക്കോട്ടെ, അതില് സക്സസ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കയറ് അല്ലെ മുറുകെ പിടിക്കുക. അള്ളാഹു നമുക്ക് ഇട്ട് തന്ന ഹിദായത്ത് മുറുകെ പിടിക്കുക. അതിനകത്ത് നമ്മൾ പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലേ നമ്മൾ ഈ അറ്റാക്കുകളിൽ പെട്ടുപോവുള്ളൂ. സുബ്ഹാനല്ലാഹ്. നമ്മൾ അതിനകത്തേക്ക് സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ അതിന് ഹക്ക തിലാവത്തിലെ അതിന്റെ ഹക്ക് കൊടുത്തുകൊണ്ട് ഓതുന്നില്ല എന്നുണ്ടെങ്കിൽ, അതുമായിട്ട് നമുക്ക് ബന്ധമില്ല എന്നുണ്ടെങ്കിൽ, അതിനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അത് നമ്മളെ ജീവിതവുമായിട്ട് അതിന് എന്ത് കണക്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അത് നമ്മൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അതിനെ വീണ്ടും 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 ശ്രമിച്ചുകൊണ്ടിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ അറ്റാക്കിലും പെട്ടുപോകും. സുബ്ഹാനല്ലാഹ്. ഈ ഒരു മെസ്സേജ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഗ്രന്ഥം നമ്മളെ ഷെൽഫിൽ ഭദ്രമാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതല്ല. അതിനെ ഭംഗിയുള്ള വാക്കുകളും ഭംഗിയുള്ള ശബ്ദങ്ങളും ഉപയോഗിച്ച് ഓതി പ്രതിഫലം വാങ്ങാൻ വേണ്ടി മാത്രം വന്നിട്ടുള്ളതല്ല. ഇത് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. നമുക്ക് ഹിദായത്തിന് വേണ്ടി വന്നിട്ടുള്ളതാണ്.
ആദം അലൈഹിസ്ലാമിനെ ഇബ്ലീസ് ചതിച്ച സമയത്ത് ഭൂമിയിലേക്ക് അയച്ചപ്പോ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലെ. ഭൂമിയിലേക്ക് അയച്ചപ്പം ഇനി ഇതുപോലെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണോ പറഞ്ഞത്, മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലേ, എന്നിൽ നിന്ന് ഈ ഹിദായത്ത് വരുമ്പം നിന്റെ മക്കള് അവരെപ്പോ അതിനെ പിന്തുടരുന്നുവോ, എല്ലാ അർത്ഥത്തിലും പിന്തുടരുന്നുവോ, അല്ലെ. പിന്തുടരാന്ന് പറഞ്ഞാൽ എന്താന്നൊക്കെ നമ്മൾ അത് വിശദീകരിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മളൊക്കെ ഈ ഒരു പേടിയില്ല, കോൺസ്റ്റന്റ് ആയിട്ട് ഇബ്ലീസിന്റെ അറ്റാക്കിൽ നിന്നുള്ള പേടിയില്ല നമ്മളെല്ലാവരും, അല്ലെ. നമ്മൾ അതിന്റെ വിഷമത്തിലാണ് പലപ്പോഴും നമുക്ക് തെറ്റുകൾ പറ്റിപ്പോണം, നമ്മളെ കയ്യിൽ നിന്ന് മിസ്സായി പോണം. അപ്പം അതിനെന്താ വഴി? ഒരേ ഒരു വഴി, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിനെ ഏറ്റവും ആദ്യം ഇബ്ലീസ് ഒരു മനുഷ്യനെ തെറ്റിച്ചപ്പം അള്ളാഹു കൊടുത്ത ഒരു സൊല്യൂഷൻ ഉണ്ട്, അല്ലെ. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള ഹിദായത്ത് വന്നു ഖുർആൻ, അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അതിനെ നമ്മൾ ഒരു വിശുദ്ധ ഗ്രന്ഥമാക്കിയിട്ട് ഷെൽഫിൽ വെച്ച് അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട്, ബ്ലെസ്സിങ് കിട്ടാൻ വേണ്ടിയിട്ട്, റിവാർഡ് കിട്ടാൻ വേണ്ടി മാത്രമുള്ള ഒരു ബുക്കാക്കി മാറ്റി ഇട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ അറ്റാക്സ് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഖുർആനെ എത്രത്തോളം നമ്മള് സുബ്ഹാനല്ലാഹ് ഖുർആനുമായിട്ട് എത്രത്തോളം നമ്മൾ ബന്ധം സ്ഥാപിക്കുന്നു, എത്രത്തോളം അതിനെ നമ്മൾ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, എത്രത്തോളം നമ്മൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, ഹൃദയം കൊടുത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നോക്കുന്നുവോ, ഹൃദയം കൊടുത്ത് അതിനെ തിലാവ ചെയ്യാൻ ശ്രമിക്കുന്നു, ഓരോ പ്രാവശ്യവും ഓതുമ്പോഴും അതിന്റെ വാക്കുകളുമായിട്ടും ആയത്തുകളുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവോ, അത്രത്തോളം നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. വേറെ ഒരു സംരക്ഷണവും നമുക്കില്ല. ബാക്കി നമുക്ക് ഇങ്ങനെ ടിപ്സ് ഒക്കെ പറയാമെങ്കിലും, സുബ്ഹാനല്ലാഹ്, ഓരോ അറ്റാക്കിനും ഓരോ തരത്തിലുള്ള ടിപ്സ് പറയാമെങ്കിലും, ഇതിങ്ങനെയാണ് ഇബ്ലീസാണ് അറ്റാക്ക് ചെയ്യുന്നത് മനസ്സിലാക്കി കെയർഫുൾ ആയിരിക്കാമെങ്കിലും, അള്ളാഹുവിന്റെ കലാം പോലെ അതിന് നമുക്ക് സംരക്ഷണത്തിന് വേറെ ഒന്നുമില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരെയും അവന്റെ കലാം കൊണ്ട് നമ്മളെ സംരക്ഷിക്കട്ടെ. ആമീൻ. നമ്മളെ സേഫ് ആക്കി വെക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് തരട്ടെ. ആമീൻ. ഇവിടെയുള്ള ഓരോ പാരൻസിനും അവരുടെ മക്കൾക്ക് എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥവുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആയിരിക്കേണ്ടത് എന്നുള്ള ശരിയായ രീതിയിലുള്ള മാതൃക കാണിച്ചു കൊടുക്കാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും റബ്ബ് തരട്ടെ. ആമീൻ. നമ്മുടെ ഹൃദയങ്ങളെ അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും അതിന്റെ അർത്ഥം ഉൾക്കൊണ്ട് പാരായണം ചെയ്യാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അത് തുടർന്നുകൊണ്ടേയിരിക്കാനും ഉള്ള രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ തുറക്കട്ടെ. അതിന്റെ ആഴങ്ങളിലേക്ക് ഖുർആൻ ഇറങ്ങി ചെല്ലുന്നത് പോലെ വീണ്ടും 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 പഠിച്ചത് തന്നെ, കേട്ടത് തന്നെ, ഓതിയത് തന്നെ വീണ്ടും 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 ഓതി വീണ്ടും വീണ്ടും ബന്ധം സ്ഥാപിച്ച് എല്ലാ രീതിയിലും നമ്മൾ പടച്ചട്ട അണിഞ്ഞുകൊണ്ട് എല്ലാ സൈഡിൽ നിന്നുള്ള ഇബ്ലീസിന്റെ അറ്റാക്കിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്ന രീതിയിൽ നമ്മുടെ ഹൃദയങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരട്ടെ. എന്നിട്ട് അതിനെ നമ്മൾ ജീവിതത്തിലേക്കും, ഖുർആനെ നമ്മുടെ ജീവിതത്തിലേക്കും കൊണ്ടുവരാനുള്ള തൗഫീഖ് റബ്ബ് തരട്ടെ. ആമീൻ. നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരട്ടെ. ഇബ്ലീസിന്റെ ടെംപ്റ്റേഷനിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാനുള്ള തൗഫീഖ് റബ്ബ് തരട്ടെ. ഒറ്റ കാര്യം ഓർത്ത് വെച്ചാൽ മതി, ഈ ഫുൾ സീരീസിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒരൊറ്റ കാര്യം മതി, നമ്മുടെ സംരക്ഷണത്തിന് നമുക്ക് ഖുർആൻ മതി. എങ്ങനെയൊക്കെ ഖുർആനുമായിട്ട് നമുക്ക് ബന്ധം സ്ഥാപിക്കാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ തെറ്റായ രീതിയിലല്ല കേട്ടോ. നമ്മള് അടുത്തുകൊണ്ടേയിരിക്കുക, തിലാവ നടത്തിക്കൊണ്ടേയിരിക്കുക, ചിന്തിച്ചുകൊണ്ടേയിരിക്കുക, മനസ്സിലാക്കി തിലാവ ചെയ്യുക, പഠിച്ചുകൊണ്ടിരിക്കുക, സംസാരിക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, വീണ്ടും 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 പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക, പാളിപ്പോകുമ്പോഴൊക്കെ തൗബ ചെയ്ത് മടങ്ങുക, ദുആ ചെയ്യുക, ഓരോന്നും പുതിയത് പഠിക്കുമ്പോൾ കേൾക്കുമ്പോൾ റബ്ബേ ഇതെന്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നീ എളുപ്പം തരണേ. അത് ആ ഒരു പ്രോസസ്സ് കോൺസ്റ്റന്റ്ലി നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നാല് സുബ്ഹാനല്ലാഹ് എങ്ങനെ തന്നെ ഇബ്ലീസ് നമ്മളെ അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാലും നമ്മളത് ബാധിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള എളുപ്പം എല്ലാവർക്കും, നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ മക്കൾക്കും വരുന്ന തലമുറകൾക്കും അല്ലാഹു സുബ്ഹാനഹു തആല കൊടുക്കട്ടെ. ആമീൻ. അത് എത്തിച്ചു കൊടുക്കാനുള്ള കാരണക്കാരാവാനുള്ള തൗഫീഖ് റബ്ബ് നമുക്കും തരട്ടെ. ആമീൻ. നമ്മൾ ഓരോരുത്തരും ഇവിടെയുള്ള ഓരോരുത്തരും നമ്മളെല്ലാവരും മേലുള്ള ഉത്തരവാദിത്തമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തന്ന വലിയൊരു തൗഫീഖാണ് ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റാന്നുള്ളത്. അപ്പൊ നമ്മളെല്ലാവരും എങ്ങനെ ചെയ്യണമെന്ന് അറിയാത്തവരൊക്കെ ദുആ ചെയ്യുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും എത്തിച്ചേരട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أعني على ذكرك وشكرك وحسن عبادتك. ربي أعوذ بك من همزات الشياطين وأعوذ بك ربي أن يحضرون.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته الحمد لله